ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനായിട്ട് ഒരു പാൻ അടപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1.5 കപ്പ് നല്ല മട്ട അരിയുടെ അവലിട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇത് കയ്യിലിട്ടിട്ട് പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരുന്ന പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നന്നായി പഴുത്ത ഒരു നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നെയ്യിൽ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പാനിൽ നിന്ന് നമുക്കത് മാറ്റിയ ശേഷം പാനിലേക്ക് 1/2 കപ്പ് ശർക്കരപ്പൊടി 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവല് പൊടിച്ചതും അതുപോലെ തന്നെ ആ നേന്ത്രപ്പഴത്തിൻ്റെ മിക്സും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പഴമൊക്കെ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാനായിട്ട് പറ്റും. ഈ പരിവാകുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കറുത്ത എള്ള ഉള്ളത് വെച്ചെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. വെളുത്ത എള്ളാകുമ്പോൾ കാണാനായിട്ടും ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ മിക്സ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം കയ്യിൽ നെയ്യ് പുരട്ടിയതിന് ശേഷം ഞാനിത് ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നെല്ലിക്കയുടെ ഒക്കെ വലിപ്പത്തിൽ ഞാനിത് ഉരുട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ കയ്യിൽ നെയ്യ് തന്നെ പരട്ടാൻ ശ്രദ്ധിക്കണം കേട്ടോ. വെളിച്ചെണ്ണ പരട്ടിയാൽ അതിൻ്റെ ഒരു പ്രത്യേക മണം വരും. ഇപ്പോൾ തന്നെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയ സ്നാക്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക.